ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചക്കപ്പഴം കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഈ ചക്ക വേവിച്ച് ശർക്കരയൊക്കെ ഇട്ട് വേവിച്ച് വച്ചേക്കണതാണ് കേട്ടോ. പിന്നെ ഒരു വലിയ ഗ്ലാസ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കണത്. ഈ ചക്ക ഇനി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ശർക്കരയൊക്കെ ഇട്ട് വേവിച്ച് നന്നായി വച്ചേക്കണതാണ്. ഇനി ഇതിൽ ശർക്കര ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ചക്ക ഒന്ന് അരച്ച് കൊണ്ടുവരാം. എന്താ ചക്ക അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മിക്സിയിലിട്ട് നന്നായി അരച്ചിട്ടുണ്ട്, പേസ്റ്റ് പോലെയാക്കിയിട്ടുണ്ട്. അപ്പോൾ പഴുത്ത ചക്ക കളയാണ്ട് നമുക്ക് പല വിധത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. ചക്ക ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇതേപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാവും. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു ചീഞ്ചട്ടി ഗ്യാസുമ്മ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കണ പോലെ തന്നെ തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് കുഴക്കണം കേട്ടോ അരിപ്പൊടി. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരിപ്പൊടി അതിൽ ഇട്ടിട്ട് കട്ട പിടിക്കാണ്ട് നന്നായി ഇളക്കണം കേട്ടോ. കുഴച്ചെടുക്കണം. ഇപ്പോൾ തിളച്ച കാരണം നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടീസ്പൂൺ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. പിന്നെ ചൂടൊന്ന് കുറച്ച് കുറയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴയ്ക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ അത് ഇതേപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ചക്ക മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കണത് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കര കൂട്ടിയിട്ടുള്ള കാരണം ഇത് കഴിക്കാനായിട്ട് ഒരു കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. വെറുതെ കഴിക്കാം. അപ്പോൾ ചക്കയൊക്കെ ആരെങ്കിലും പറമ്പിൽ നിന്ന് വെറുതെ ചീഞ്ഞ് പോകണ്ടെന്നുണ്ടെങ്കിൽ ചീച്ച് ആരും കളയരുത് കേട്ടോ. ചക്ക നല്ലതാണ് കഴിക്കണതൊക്കെ. അപ്പോൾ പല വിധത്തിലുള്ള പലഹാരങ്ങളോ പായസമോ അടയോ എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ചക്കയുടെ സീസണായി കഴിഞ്ഞാൽ 5-6 മാസം ചക്ക തന്നെ കഴിക്കാം. അത്രയ്ക്കും നല്ല ആരോഗ്യം കിട്ടണതാണ്. അപ്പോൾ അത് നന്നായി കുഴച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിത് നൂലപ്പം ഉണ്ടാക്കണം സേവനാഴിയിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇട്ട് കൊടുക്കാം കുറേശ്ശെ ടീസ്പൂൺ കൊണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചക്ക കൊണ്ട് വെക്കണ കറിയോ അല്ലെങ്കിൽ പലഹാരങ്ങളോ ഒന്നും ഇഷ്ടാവില്ല. പഴുത്ത ചക്കയൊന്നും തിന്നാൻ ഇഷ്ടമുണ്ടാവില്ല. ഇതേപോലെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ നല്ല ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടമാവും, അവർ കഴിച്ചോളും. അതിലെല്ലാം നിറച്ചിട്ട് കൊടുക്കണം കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എളുപ്പത്തിലുണ്ടാക്കാം. ചക്ക വേവിച്ച് വെച്ചാൽ മതി. നമ്മളിവിടെ ചക്ക എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ വേവിച്ച് ശർക്കരയൊക്കെ ഇട്ട് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അപ്പം നമുക്ക് എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ അപ്പോൾ വേഗം എടുത്ത് ഉണ്ടാക്കാമല്ലോ. ഞാനിപ്പോൾ ഈ പ്ലേറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴിയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കണില്ല. ഇതിൽ പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് തടവി കൊടുക്കാം കേട്ടോ. രണ്ട് പ്ലേറ്റിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അത് പെട്ടെന്ന് അടിയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തേങ്ങ ചിരകിയത് കുറേശ്ശെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. വെളിച്ചെണ്ണേനെ പരട്ടണമെന്നൊന്നുമില്ല. അടിയിൽ കുറച്ച് തേങ്ങ ചിരകിയതൊന്ന് വെതറി കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഇടിയപ്പം പ്ലേറ്റിൻ്റെ എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ.
നിറയ്ക്കണ്ട, നിറയാവണ്ട കേട്ടോ. അധികം കട്ടിയായി കഴിഞ്ഞാൽ വേവാൻ ബുദ്ധിമുട്ടാവും. അതാ 2 പ്ലേറ്റിൽ ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലൊന്ന് വെച്ച് ആവി കയറ്റിയെടുക്കണം. പ്ലേറ്റിൽ തന്നെ ആക്കി എടുക്കണം എന്നില്ല കേട്ടോ. ഇടിയപ്പം നമുക്ക് ആ ഇഡ്ഡലി പാത്രത്തിൻ്റെ കുഴിയിൽ തന്നെ ഒഴിച്ച് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഞാൻ വേഗം കഴിക്കാൻ വേണ്ടിയിട്ട് 2 എണ്ണമല്ലേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാണിച്ചതാണ്. പ്ലേറ്റിൽ ഒഴിച്ചുണ്ടാക്കിയതാണ്. ഇനി ഇഡ്ഡലി പാത്രത്തിൽ ഒന്ന് വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. 1/2 മണിക്കൂർ നേരം വേവിക്കണം. ആ തട്ടിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. രണ്ടും വെച്ച് കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് അടുപ്പെടുത്ത് അടച്ച് വെക്കാം നമുക്ക്. ഞാനൊരു 1/2 മണിക്കൂർ നേരം വേവിച്ചു കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, വെന്തിട്ടും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അടിയിൽ തേങ്ങ ചിരകിയത് ഇട്ടു എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ഇട്ടില്ല, വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ആ ചക്കപ്പഴം കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കിയത് സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്കപ്പഴം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.